വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. അപ്പോൾ ഇന്നും പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിനുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. പുഡിംഗ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുഡിങ്ങും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 1 ലിറ്റർ പാലിൽ നിന്ന് 1 കപ്പ് പാൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള പാലാണ് ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അപ്പം ഇത് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കലക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് പാലിൽ നിന്ന് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നേരിട്ട് അതിലേക്ക് കോൺഫ്ലോറോ കൊക്കോ പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിനും നല്ലത് ഇതുപോലൊരു പാത്രത്തിലെടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടിയിട്ട് അതൊന്ന് മെൽറ്റ് ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം കോൺഫ്ലവർ ചെയ്തെടുത്ത അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കൊക്കോ പൗഡറും കൂടിയും ചെയ്തെടുക്കുന്നുണ്ട്. 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമ്മൾ ഒരു സ്പൂൺ വെച്ച് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കോൺഫ്ലോറും ഈ ഒരു കൊക്കോ പൗഡറും കൂടി ഒരുമിച്ചൊരു ബൗളിൽ എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ 2 ബൗളിലായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ കോൺഫ്ലോർ എടുത്തിട്ടില്ലേ, അത് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ കോൺഫ്ലോറിന് പകരം മൈദപ്പൊടി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്, ഒരു പേസ്റ്റ് രൂപത്തിലാണ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക, പാൽ അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ഷുഗറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇതിലേക്ക് ഷുഗറും കോൺഫ്ലവറും കൊക്കോ പൗഡറും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടായി വരുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ നമ്മൾ നേരത്തെ കലക്കി വെച്ചതുകൊണ്ട് തന്നെ അടിയിലേക്ക് കട്ട കെട്ടി വരും. അപ്പം ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ അതിലേക്ക് കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പാലിലേക്ക് നമ്മൾ കോൺഫ്ലോറും കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലോറൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈവെക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ആ ഒരു കോൺഫ്ലോറൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് അതിൻ്റെ ഒരു പച്ച ചുവ മാറി കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് നമ്മൾ കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാലിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതൊന്ന് കുറുകി വരും കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് കുറുക്കി തന്നെ എടുക്കണം. ഇനി ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമല്ല. ഞാനിവിടെ ചേർത്തിട്ടില്ല.
അപ്പോൾ ദാ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവം മതി. ഒരുപാട് കട്ടിയിൽ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പുഡിംഗ് മിക്സ് തണുക്കുന്നതിനനുസരിച്ചിട്ട് ഒന്നും കൂടി കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് മിക്സ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഒരു കോഫി മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് ബ്രൂ കോഫി എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക കേട്ടോ. അതിലേക്ക് 1/4 കപ്പോളം നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് അതിലേക്ക് വാനില എസൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുഡിംഗ് മിക്സിൽ ചേർത്തിട്ടില്ല, ഈ ഒരു മിക്സിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റും റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ബിസ്ക്കറ്റും ആ ഒരു കോഫി മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ആരോറൂട്ട് ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മാരിഗോൾഡിൻ്റെയോ അല്ലെങ്കിൽ പാർലേജി ക്രീം ബിസ്ക്കറ്റ് അല്ലാത്ത ഏത് ബിസ്ക്കറ്റും ഇതിനേക്ക് ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിംഗ് മിക്സ് ഉണ്ടല്ലോ, അത് ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2-3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഒരു പുഡിംഗ് മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റോബസ്റ്റ പഴം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ദാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനും വെച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഈ ചോക്കോ ബനാന ബിസ്ക്കറ്റ് പുഡിങ്. അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ടും ഈ ഒരു റോബസ്റ്റ പഴം വെച്ച് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ ലെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ ക്യാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തത് ഓരോ ലെയറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിംഗ് മിക്സ് കഴിയുന്നത് വരെ ഓരോരോ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ ഇത്. ഒന്നുമില്ല, പാലും കോൺഫ്ലോറും കൊക്കോ പൗഡറൊക്കെ ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ്. എന്നും ജലാറ്റിനും ചൈന ഗ്രാസൊക്കെ വെച്ച് ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ഐറ്റം കൂടിയാണ്. ക്രീമി ടെക്സ്ചറിൽ പുഡിംഗ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ക്യാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോരോ ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റത്തെ ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിംഗ് മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പുഡിങ് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലായി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കുന്നത്.
ഇപ്പോൾ ഇതാ ഞാൻ തലേദിവസമാണ് ഉണ്ടാക്കിയിട്ടുള്ള പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, നട്ട്സ് ക്യാരമൽ ചെയ്തത് അത് പൗഡർ ആക്കിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ. ഞാനിവിടെ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ നമ്മൾ ഡസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും സ്പ്രെഡായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഭാഗമെല്ലാം ഒന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചോക്കോ ബനാന പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസും ജലാറ്റിനൊക്കെ ചേർത്തിട്ടുള്ള പുഡിങ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഒരു പീസായിട്ടാണല്ലേ നമുക്ക് കിട്ടുക. ഇത് വളരെ ഒരു ക്രീമി ടെക്സ്ചറിലായതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുകയുള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇത് ഉള്ളത്, കണ്ടില്ലേ? ബിസ്ക്കറ്റും പഴവും ഈ ഒരു ചോക്ലേറ്റ് പുഡിങ്ങും എല്ലാം കൂടി ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഈ ഒരു ഈദിന് ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലാതെ നിങ്ങൾ പുഡിങ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അടിപൊളിയായിരിക്കുവേ. അതുപോലെ ഉണ്ടാക്കാനും സിമ്പിളല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ. എൻ്റെ ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.